ഇപ്പൊ വൈഫും മുബാറക് ഭായും തമ്മിലുള്ള ആ ഒരു മാരേജ് എങ്ങനെയായിരുന്നു? മാരേജ് പറഞ്ഞാല് ഇന്റെ ഇപ്പച്ചി, ഇന്റെ ഭാര്യന്റെ ഇപ്പച്ചി. ഇപ്പച്ചി എന്ന് പറഞ്ഞാല് അബ്ബ, അപ്പ, ഫാദർ, ഉപ്പച്ചി, ഉപ്പച്ചി. സോറി ചെറിയ ചെറിയ തെറ്റിപ്പോണ്ട്, എന്നോട് സമീപിക്കുക. എന്റെ ഫാദർ, നഗ്മുന്റെ ഫാദർ, എന്റെ ഫാദർ നല്ല ഫാൻസ് ഉണ്ടായിരുന്നു, നല്ല സോറ്. ഇപ്പം ഈ റംദാൻ സംസാരിച്ചിട്ട് നമ്മൾ ചെറുതുണ്ടായിന് ആ ടൈമില് എന്റെ ഇപ്പ നഗ്മുന്റെ ഇപ്പ ഒക്കെ പ്രാർത്ഥന റെഡിയാക്കി. ഏത് പ്രായത്തിലായിരുന്നു അത് പറഞ്ഞുറപ്പിച്ചേ? അതറിയില്ല, അറിയില്ല, നമുക്കറിയില്ല. കല്യാണം കഴിച്ചിട്ട് ശേഷം പിന്നെ മനസ്സിലായി അത് അങ്ങനെ പറഞ്ഞുറപ്പിച്ചതാന്ന്. അപ്പൊ മുബാറക് ഭായിക്ക് ടെൻഷൻ ആകുന്നുണ്ടോ? മുബാറക് ഭായിക്ക് വൈഫിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാ? നല്ലതാ. എന്താ നല്ലത്? എന്റെ ഭാര്യ കിട്ടി നമുക്ക് എന്റെ ഭാഗ്യം. കാരണം കളർ നോക്കിയിട്ട് കാര്യമില്ല, हृदय नोकना. ओके. वाइफ बेबी होने के बाद आपका जीवन में कुछ चेंजेस हो गया ना? कौन कौन सा चेंजेस हो गया? बोलो क्या चेंज हो गया? बेबी आके हमारा लाइफ बहुत हैप्पी हो गया. हमारा जीवन बहुत ഈ ജീവൻ ഈ ലോകത്തെ എത്ര നമ്മളുടെ ജീവിതത്തിന്റെ എത്ര ആവശ്യം ഇപ്പൊ മനസ്സിലായി. ഇതാ ഈ ബേബി വന്നിട്ട്. പിന്നെ എന്താ അറിയോ, നമ്മളുടെ ഇങ്ങനെ ഉണ്ടാക്കി ഇത്ര ബുദ്ധിമുട്ടാക്കിയിട്ട് ഈ ബേബി നമ്മളുടെ വളർത്തിട്ട് നമുക്ക് മനസ്സിലുണ്ട് നമ്മളുടെ ഇമ്മ നമ്മളുടെ എത്ര കഷ്ടപ്പാടാക്കിയിട്ട് നമ്മളുടെ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ ബേബി വന്നിട്ട് എൻ്റെ ഇപ്പൻ്റെ കൂടെ ഇമ്മക്ക് കൂട്ടിയിട്ട് മൊത്തം ഭയങ്കര ഒരു സ്നേഹമായി നമ്മളുടെ. ഈ ബേബി ഇല്ല ആ ടൈമില് മനസ്സിലായില്ലേ, ഡൽഹി ബേബിന്റെ ഈ ജ്വാരിയ ആ ടൈമില് ഞാൻ ഈ ബേബിന്റെ അടുത്ത് ഇല്ലായിരുന്നു. കാരണം കേരളത്തെ പണിയെടുത്ത് ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു 4 പെങ്ങളുണ്ടായിരുന്നു. ഒക്കെ ഞാൻ പുറത്ത് പണിയെടുത്തിട്ട് കല്യാണം കഴിച്ച് കൊടുത്ത്. അതുകൊണ്ട് അടുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ബേബി ഉണ്ടെങ്കിൽ ബേബിന്റെ അടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ ഈ ലൈഫില് നമ്മളുടെ ഈ ചെറിയ ചെറിയ മൂമെന്റില്ലേ ഹാപ്പി ലൈഫ് നിങ്ങളുടെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാവും, നമുക്കറിയില്ല. പക്ഷെ ഈ ബേബി ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾക്ക് നിൽക്കണം. ഈ ലൈഫ് എപ്പോഴും കിട്ടൂല. എത്ര നമ്മളുടെ സന്തോഷം, ഭയങ്കര സന്തോഷം ബേബി വന്നിട്ട്. നമ്മൾ ഡെയിലി പണിയിൽ പോകുമ്പോൾ ഞാൻ 6 മണിക്ക് നീച്ചും. 6 മണിക്ക് നീച്ചിട്ട് ബേബിന്റെ കൂടെ കളിച്ചിട്ട് 8 മണി കഴിയും. ഡെയിലി പണി സൈഡ് പോയിട്ട് നേരെ പോകും. പിന്നെ ഇതിന്റെ മുമ്പ് നമ്മളുടെ ഒരു സുഹൃത്ത് ആൾക്കാരുണ്ട്. ആൾക്കാർ ഡെയിലി അങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നേ. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഡെയിലി ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്? എൻ്റെ കുട്ടി ഉണ്ടോ, അതുകൊണ്ടാ. എൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം? പിന്നെ ഇപ്പൊ മനസ്സിലായി നമ്മളുടെ ബേബി ഉണ്ടെങ്കിൽ നമുക്ക് ബേബി ഉണ്ടായപ്പോ നമുക്ക് അതെ മനസ്സിലാവും എത്ര സന്തോഷം, എത്ര ടൈം. 1 മണിക്കൂർ നമ്മളുടെ കൂടെ 1 മിനിറ്റ് പോലെ പോകും ബേബി ഉണ്ടെങ്കിൽ. ഭയങ്കര. ഇപ്പൊ 8 മാസമായി. എങ്ങനെ 8 മാസം പോയതേ അറിഞ്ഞില്ല. എത്ര നാളായിട്ട് മനസ്സിലായില്ല. 2-3 മാസം 4 മാസം അങ്ങനെ തോന്നുന്നുണ്ടോ. പക്ഷെ ബേബി ഇല്ല ആ ടൈമില് കുറെ മാസം കൂടുമില്ല, സോറി എങ്ങനെ പറയാ, ദിവസം പോവില്ല.